പ്രഭാത വന്ദനങ്ങൾ. അനുസരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് കർത്താവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ അനുസരണമാണ്. ദൂതൻ വന്ന് അവളോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയ പറഞ്ഞ് അനുസരിച്ചു. ജോസഫ് ഇതുപോലെ തന്നെ അനുസരിച്ചതായി കാണാം. അനുസരണത്തിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ഹെബ്രായർ 5-ാം അധ്യായത്തിൻ്റെ 8-9 അതുപോലെ ഫിലിപ്പിയർ 2-ന്റെ 8-9 എല്ലാം യേശുവിനെ പറ്റി അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം എന്തിനു വേണ്ടി അയച്ചു അതെല്ലാം പൂർത്തിയാക്കുവാൻ തികച്ചും കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ചു എന്ന് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ഒരുപക്ഷെ തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു അനുസരണക്കുറവായിരിക്കും. ചില ദൈവിക ഭക്തതകളുടെ ഭാഗമാകുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനും തടസ്സമായി നിൽക്കുന്നത് അനുസരിക്കുവാൻ പറ്റാത്ത അവസ്ഥകളാണ്. ശിഷ്യത്വത്തിൻ്റെ ഒരു വലിയ കീയാണ് അനുസരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവിക ആലോചനകൾ നമ്മൾ കേൾക്കുമ്പോൾ, അതിന് നമ്മുടെ സാഹചര്യങ്ങളോ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ നമ്മുടെ ചുറ്റുമുള്ളവരെന്തു പറയുന്നു എന്നുള്ളതോ നമ്മുടെ കഴിവില്ലായ്മയോ ഒന്നും നോക്കാതെ അനുസരിക്കുവാനായിട്ട് കർത്താവിൻ്റെ അമ്മയായി മറിയ അനുസരിച്ചതുപോലെ, ജോസഫ് അനുസരിച്ചതുപോലെ അനുസരിക്കുവാനായിട്ടൊരു വലിയ കൃപ കർത്താവ് നമുക്ക് തരട്ടെ. 2025 അനേകം വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ അനുസരണം മുഖേന നിറവേറുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ പോലെ അനുസരണം ശീലമാക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനിനുമെല്ലാം ഉവ് എന്ന് പറയുവാൻ, അനുസരിക്കാനുള്ളൊരു വലിയ കൃപ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുസരണം എന്നുള്ള വലിയൊരു ഗുണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ. തികഞ്ഞ അനുസരണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.